നമസ്തേ എന്റെ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുടുംബമൂല്യങ്ങളെ കുറിച്ചൊന്ന് പങ്കുവയ്ക്കാനാണ്. അപ്പോ നമുക്കതിലേക്ക് കിടക്കാം. ഞാൻ ഗീതാ പൊതുവാൾ. കുടുംബം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു ചിത്രമാണ് തെളിയുന്നത്. ജീവിതത്തിന്റെ ആദ്യ പാഠശാലയാണ് കുടുംബം എന്ന് പറയാം. അവിടെ നിന്നാണ് നാം മൂല്യങ്ങൾ പഠിക്കുന്നത്. കുടുംബമൂല്യങ്ങൾ എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്നേഹം, ബഹുമാനം, സഹകരണം, സത്യസന്ധത, ക്ഷമ എന്നിവ ഉൾച്ചേർക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ്. കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും നല്ല സ്വഭാവ രൂപീകരണത്തിനും പ്രതിസന്ധികളെ അതിജീവിക്കാനും ഇത്തരം മൂല്യങ്ങൾ വളരെ സഹായിക്കുന്നു. ഐക്യവും പരസ്പര ബഹുമാനവുമുള്ള കുടുംബം വ്യക്തിക്കും സമൂഹത്തിനും ഒരു മികച്ച അടിത്തറ തന്നെയാണ് ഒരുക്കുന്നത്. മാതാപിതാക്കൾ, മുത്തശ്ശി മുത്തശ്ശന്മാർ എന്നിവരിൽ നിന്ന് നാം പകർത്തുന്ന നല്ല ശീലങ്ങളും സംസ്കാരവുമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയാം. പ്രതിസന്ധികളിൽ ഒത്തൊരുമിച്ച് നിൽക്കുന്നത് ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെയാണ്. മുതിർന്നവരെ ബഹുമാനിക്കാനും പരസ്പരം അഭിപ്രായങ്ങളെ മാനിക്കാനും കുടുംബം നമ്മെ വളരെയധികം പഠിപ്പിക്കുന്നുണ്ട്. തെറ്റുകളും ശരികളും വേർതിരിച്ചറിയാനും സത്യസന്ധമായി ജീവിക്കാനും കുടുംബം നമ്മെ ശീലിപ്പിക്കുകയാണ്. കുടുംബത്തിൽ ക്ഷമയുടെയും പങ്കുവയ്ക്കലിന്റെയും പാഠങ്ങൾ നാം നേരിട്ട് അനുഭവിക്കുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തന്നെ കുറഞ്ഞു പോകുകയാണ്. എന്നാൽ ഒരുമിച്ച് സമയം കണ്ടെത്തി ചിലവഴിക്കാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും നാം ഒരുങ്ങണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് തന്നെ ഒരു ചൊല്ലുണ്ട്. നമ്മളെ സമൂഹത്തിൽ നല്ല പൗരന്മാരാക്കുന്നു. നല്ല കുടുംബത്തിൽ നിന്ന് നല്ല മൂല്യങ്ങൾ പഠിച്ച വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബമൂല്യങ്ങളെ മുറുകെ പിടിക്കാനും അവ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാനും നമുക്ക് സാധിക്കണം. ഒത്തുകൂടലുകളുടെ സൗന്ദര്യം തന്നെ വിവരണാതീതമാണ്. അതിൽ വിരിയുന്ന നന്മയുടെ പ്രകാശം ആർക്കും കരുത്തേകും. കാലം അതിന്റെ ആവശ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നതല്ല, നമ്മുടെ കൂടെ ആരുണ്ട് എന്നതിലാണ്. അപ്പോ അങ്ങനെ നമ്മൾ ആ ഒരു സ്നേഹം കൊണ്ടു നടക്കാനും ഒരുമിച്ചാകാനും എപ്പോഴും ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഏതൊരു ബന്ധവും മനോഹരമാകുന്നത് തന്നെ നമ്മൾ ഒരുപോലെ, രണ്ടു കൂട്ടരും ഒരുപോലെ അതിനെ ആസ്വദിക്കുമ്പോഴാണ്. അല്ലാത്ത പക്ഷം അത് ഒരാളുടെ ആഗ്രഹവും മറ്റേയാളുടെ ഔദാര്യവുമായി പോകും. ജീവിതം വളരെ ചെറുതാണ്. അത് അർത്ഥപൂർണമായി ജീവിക്കുക. മനസ്സിലെ നന്മയും സ്നേഹവും എല്ലാവർക്കും പകർന്നു നൽകുക. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും അന്തസ്സോടെ മാറി നിൽക്കുക. എല്ലാത്തിലും ഉപരി നിറഞ്ഞ മനസ്സോടെ എല്ലാം പൊറുക്കാൻ പഠിക്കുക. അപ്പോ എല്ലാവർക്കും നന്മ വരുത്തട്ടെ എന്നും എല്ലാവർക്കും ആ ഒരു ഒത്തുകൂടലിന്റെ ഇതും ആ കുടുംബത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമൊക്കെ നൽകട്ടെ, നമുക്കൊരു പുനർചിന്തനം നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇനി വേറൊരു ദിവസം കാണാം. എല്ലാവരും ഇതറിഞ്ഞ് നമ്മളുടെ മനസ്സൊന്ന് നേരെയാക്കി തരാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീമഹേഷ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോക സമസ്താ സുഖിനോ ഭവന്തു. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ.